ഗേസ്, സമ്പൂർണ്ണ സാക്ഷരത ബന്ദർ ക ബച്ച എന്ന് പണ്ട് ഇന്നസെൻ്റ് പറഞ്ഞത് എത്ര ശരിയാണെന്നറിയാം. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ കേസ്. നമ്മളിപ്പോൾ കേൾക്കുന്ന ന്യൂസ് എന്നാൽ രാവിലെ ഒരു എണീച്ചിന് ശരാശരി മലയാളി കേൾക്കുന്ന ന്യൂസ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭക്കേസ്. എൻ്റെ പൊന്ന് ചങ്ങായിമാർ, എന്തെന്നാണ് ഈ ന്യൂസ് കേൾക്കും പണി? നിങ്ങൾ എന്തിനു നമ്മോടി പറയുന്നത്? നിങ്ങളെ ചാനലിൽ എന്തിനു നിങ്ങൾ നമ്മളോട് പറയുന്നത്? നിങ്ങൾ ഈ ന്യൂസുകാർ ഈ പിന്നെ പോലീസ് ഗവൺമെൻറ് അന്വേഷിക്കുവോ, കോടതി ശിക്ഷിക്കുവോ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മോട് പറയേണ്ട ഈ ഗർഭക്കേസ്. ഈ കുറച്ച് കാലം മുമ്പ് മുകേഷിന് മുന്നേ ചങ്ങായിമാരെ മുകേഷിന് തലനായിക്ക് രക്ഷപ്പെടും. മുകേഷ് കൊല്ലം ജംഗ്ഷനിൽ നിന്നും തിരിച്ച് പിന്നെ കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയി, പോലീസ് ജീപ്പ് കൊല്ലത്തു നിന്നും കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോയി എന്ന് പറഞ്ഞ് ഭയങ്കര എന്തെന്നാന്ന് എന്തെന്നാണ് ഈ കേൾക്കുന്നത്? മറ്റുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം പിന്നെ ഇനി അടുത്ത മുന്നോട്ട് പോകേണ്ട ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? 6G, അതേപോലെ ഒരുപാട് എന്തൊക്കെ മാറ്റങ്ങൾ ലോകത്തുണ്ടാണ്. ലോകം അങ്ങെത്തി. പറക്കുന്ന ടാക്സിയെല്ലാം വന്ന്, ആളില്ലാത്ത ടാക്സി, പറക്കുന്ന ടാക്സി. ഇന്ന് നമ്മുടെ നാട്ടിൽ യൂബർ വരെ വരാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള, ലോകം മുഴുവൻ യൂബർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം യൂബറിന് അടികൂടുന്ന ആൾക്കാർ, യൂബർ വന്ന് അടികൂടുന്ന ആൾക്കാർ ടീം നമ്മുടെ നാട്ടിലുള്ള. ലോകത്തെല്ലാടെ പോയാൽ മലയാളി യൂബർ ഉപയോഗിക്കുന്നത് വേറെ. പക്ഷേ മലയാളം കേരളത്തിൽ യൂബർ സമ്മതിക്കില്ല നമ്മൾ. മനസ്സിലായ? എല്ലാ ലോകത്തെല്ലായിടത്തും അതുപോലത്തെ കേസ്. എന്താണ് ഇത്? സമ്പൂർണ്ണ സാക്ഷരത ബന്ദർ ക ബച്ച. പണ്ട് ഒരു ചങ്ങായി പറഞ്ഞില്ലേ എന്നെ കിടന്ന് ഈ ഒരു UP എവിടുന്നും പിന്നെ ഒരു പരിപാടി, TV പരിപാടിയിൽ 100% ലിറ്ററസി സാർ പറഞ്ഞ് കളിയാക്കില്ലേ? സത്യം അയാൾ പറഞ്ഞില്ല, യാതൊരു സംശയമൊന്നുമില്ല. എന്ത് സാക്ഷരത, എന്ത് ഉണ്ടായിട്ടുന്ന കാര്യം. ഇതെല്ലാം തന്നെയല്ലേ ഗർഭക്കേസ്. ഗർഭക്കേസ് ചർച്ച ചെയ്യുന്നത്. അത് TV-യിൽ 5-6 ആൾ വന്നിരുന്ന് ഗർഭക്കേസ് ചർച്ച ചെയ്യുന്നു. ആ ഗർഭം അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ആ ഗർഭത്തിന് ഉത്തരവാദി രാഹുലല്ലായിരുന്നു. രാഹുൽ ആ സമയത്ത് എന്തെന്നാണ് കേൾപ്പിക്കുന്നത് നമ്മളെ കൊണ്ട്. ഇപ്പോൾ എന്തെന്നാണ് കുട്ടികളെല്ലാം കുട്ടികൾക്ക് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയ്ക്ക്, ന്യൂസ് ചാനൽ കാണാൻ പറ്റാത്ത അവസ്ഥയ്ക്ക്. ഇതിൽ തന്നെ ന്യൂസ് ഇടുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടിടണം കേട്ടോ. എന്ന് എഴുതണം ന്യൂസ് കൊടുക്കും മുമ്പ്. ഓക്കെ? അല്ലാണ്ട് ന്യൂസ് സംപ്രേഷണം ചെയ്യരുത്. അതിന് സെൻസർ ബോർഡ് അതിന് അംഗീകാരം കൊടുക്കരുത്. സത്യം പറഞ്ഞാൽ എന്തെന്നാണ് ചങ്ങായിമാർ ഇത്? സത്യം നിങ്ങളൊന്ന് ആലോചിക്കട്ടെ കേസ്. എന്തെന്നാണ് ഇവർ പറയുന്നത്? എന്തെന്ന് രാവിലെ എണീച്ച കേൾക്കുന്ന ശരാശരി മലയാളീൻ്റെ അവസ്ഥ. രാഹുലിൻ്റെ ഗർഭക്കേസ്, സിദ്ദീഖിൻ്റെ ഒരു സമയത്ത് സിദ്ദീഖിൻ്റെ ഗർഭക്കേസില്ല. എൻ്റെ മോനെ സിദ്ദീഖിൻ്റെ മേലെ പോലീസ്, അതും DYSP റാങ്ക് കുറയാത്ത പോലീസുകാർ പിടിക്കുന്ന പോലെ. എന്തെന്ന് സമ്പൂർണ്ണ സാക്ഷരത ബന്ദർ ക ബച്ച.